അനുഗ്രഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് നാം നന്നായിട്ടൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ കിട്ടിയ അനുഗ്രഹത്തെ കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ രൂഢമൂലമായാൽ അതിന്റെ ഒരു ഹാല് നമുക്ക് വരും. ഇഹ്റാം ചെയ്ത് ഇവിടെ വന്നു, നാം തവാഫ് ചെയ്തു, സഅയ് ചെയ്തു, തലയിൽ നിന്ന് മുടി നീക്കം ചെയ്തു, വീണ്ടും ഇഹ്റാം ചെയ്യുന്നു, തവാഫ് ചെയ്യുന്നു, സഅയ് ചെയ്യുന്നു, മുടി നീക്കം ചെയ്യുന്നു, ഇതിനിടയിൽ നാം കുറെ അമലുകളൊക്കെ ചെയ്യുന്നു. അതങ്ങനെയൊക്കെ ചെയ്തു പോകുക എന്നൊരവസ്ഥയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് നമുക്ക് കാലെന്ന് പറയാൻ പറ്റും. കാലല്ല, നമ്മുടെ ഈ കാലല്ല, കാലെന്ന് പറയും. കാലെന്ന് നമ്മളിങ്ങനെ പറയുന്നു, അത് കേൾക്കുന്നു, അത് അങ്ങനെ പോകുന്നു, ഈ അവസ്ഥയാണ്. പക്ഷെ ഈ കാലിനപ്പുറത്തൊരു ഹാലുണ്ട്, നമുക്കൊരു അവസ്ഥയുണ്ട്. ഈ ഹാലാണ് നമുക്ക് വേണ്ടത്. മഹാന്മാരായ വലിയ വലിയ മഹത്തുക്കളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഹാലു റജുലിൻ തൻഫഉ ഫീ അൽഫി റജുലിൻ. ഒരു മനുഷ്യന്റെ, ഒരൊറ്റ മനുഷ്യന്റെ ഹാല് 1000 പേർക്ക് ഉപകാരമുണ്ടാക്കും. പറകോട്ട് കേൾക്കുന്നുണ്ടോ അച്ഛന്മാരെ? കേൾക്കുന്നുണ്ടോ? ഒന്നും ഇല്ലാന്നോ? ഹാലു റജുലിൻ തൻഫഉ ഫീ അൽഫി റജുലിൻ. ഒരു മനുഷ്യന്റെ ഹാല്, ഒരൊറ്റ മനുഷ്യന്റെ ഹാല്, ആ ഹാല് 1000 പേർക്ക് മാറ്റം വരുത്തും. 1000 പേരിൽ ഒരു മനുഷ്യന്റെ ഹാല് ഉപകാരം ചെയ്യും. അതിന്റെ പേര് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. തിരൂരിൽ നിന്ന് വന്ന ബഷീർ ഹാജി, അദ്ദേഹത്തിന് ഈ വിശുദ്ധ ഹറമിലൂടെ ഒരു ഹാല് ലഭിച്ചാൽ, ഹാലു റജുലിൻ, ഒരു ഹാല് ലഭിച്ചാൽ ആ ഹാലിലൂടെ 1000 പേർക്ക് അതിന്റെ ഫലം കിട്ടും. ഹാലു റജുലിൻ തൻഫഉ ഫീ അൽഫി റജുലിൻ. ഒരു മനുഷ്യന്റെ ഹാല് 1000 പേർക്ക് ഉപകാരം കിട്ടും. അയാളിലൂടെ പരിവർത്തനങ്ങളുടെ പടപ്പുറപ്പാടുകൾ സൃഷ്ടിക്കപ്പെടും. അയാൾ എവിടെയെങ്കിലും ചെന്നാൽ അവിടെ തിന്മകൾ മായ്ക്കപ്പെടും. തിന്മകൾ നടക്കുന്ന, മുൻകറുകൾ നടക്കുന്ന ഭാഗത്തേക്ക് ആ ഹാജി എത്തിയാൽ അവൻ ഒളിച്ചോടും. ഇന്നയാൾ വരുന്നുണ്ട്, മാറി നിൽക്കാമെന്ന് പറയും. മോശം വർത്തമാനങ്ങൾ സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് ആ ഹാജി എത്തിയാൽ അവർ എഴുന്നേറ്റ് പോകും. നമസ്കാരത്തിന്റെ ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് ജമാഅത്തെ സമയത്ത് റോഡിൽ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ ആ ഹാജിയെ കാണുമ്പോൾ ഒളിച്ചു കളയും. ഹാലു റജുലിൻ തൻഫഉ ഫീ അൽഫി റജുലിൻ. ശരിയായ ഹാലിലെത്തിയ ഒരു ഹാജി, ആ ഹാജി 1000 പേർക്ക് ഉപകാരം ചെയ്യും. എന്നാൽ ഖാലു അൽഫിൻ ലാ തൻഫഉ ഫീ റജുലിൻ വാഹിദ്. 1000 പേരുടെ കാല് ഒരാൾക്ക് പോലും ഉപകാരം ഉണ്ടാക്കില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? 1000 പേരുടെ കാല് ഒരാൾക്ക് പോലും ഉപകാരം കിട്ടൂല. ഖാലു അൽഫിൻ ലാ തൻഫഉ ഫീ റജുലിൻ വാഹിദ്. 1000 പേരുടെ കാല് ഒരാൾക്ക് പോലും ഉപകാരം കിട്ടൂല. എന്നാൽ ഒരു മനുഷ്യന്റെ ഹാല് 1000 പേർക്ക് ഉപകാരം കിട്ടും. നമുക്ക് എന്ത് വേണം ഹാജി? കാല് വേണോ ഹാല് വേണോ? എന്ത് വേണം? എന്ത് വേണം? ഹാല് വേണം. കാല് പോരാ. കാലും ഫിഇലും ഉണ്ടെങ്കിലേ ഹാലിലേക്ക് എത്തുള്ളൂ. ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, പ്രവർത്തിക്കേണ്ടതൊക്കെ പ്രവർത്തിക്കണം, പറയേണ്ടതൊക്കെ പറയണം, ചെല്ലേണ്ടതൊക്കെ ചെല്ലണം. ഇതെല്ലാം ചെയ്ത്, ഇതെല്ലാം പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിനോടൊപ്പം നമ്മുടെ മനസ്സ് ഇതിന്റെ അവസ്ഥയിലേക്ക്, ഒരു ഹാലിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ചില ചേരുവകളോടൊപ്പം അതിനെ നാം സമ്മേളിപ്പിക്കണം. ആ ചേരുവയാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹു നമുക്ക് ചെയ്ത തീവ്രമായ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ബോധം വേണം. ഇതെന്തൊരു നിയമത്താണെന്നൊരു ബോധം വേണം. ഇതിപ്പോ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇന്ന് നാളെയായിട്ട് സംഭവം അങ്ങോട്ട് കഴിയും. ദുൽഖഅദ് 25 നാം എത്തും. നാം മദീന മുനവ്വറയിലേക്ക് പോകും. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ദുൽഹജ്ജ് 5 ആവും. നാം ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വരും. നോക്കിയിരിക്കുക, ദുൽഹജ്ജ് 8, 9, 10, 11, 12, 13 ദിവസങ്ങൾ കഴിയും. ഹജ്ജ് അവസാനിക്കും. അടുത്ത ദിവസം നാം നാട്ടിലേക്ക് പോകും. അത്യപൂർവമായി മാത്രം, ന്യൂനപക്ഷത്തിന്റെ മാത്രം ജീവിതത്തിൽ ഒരിക്കൽ പോലും ലഭിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ കർമ്മം ലഭിച്ചവർക്ക് ഇനി ഒരിക്കലും ജീവിതത്തിൽ ഒരു പക്ഷേ ലഭിക്കാൻ സാധ്യമല്ലാത്ത ഒരു കർമ്മത്തിന്റെ കാലയളവ്, ഒരു സന്തോഷത്തിന്റെ മുഹൂർത്തത്തിന്റെ ഏറ്റവും ആനന്ദകരമായ ഒരു കാലം ഇപ്പൊ കഴിഞ്ഞു പോകും. വേഗം തീർന്നു പോകും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ വിശുദ്ധ മക്കത്തിൽ മുക്കറമയിലെ ശബ്ദങ്ങൾ പോലും നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ വലിയ വികാരങ്ങളെ സൃഷ്ടിക്കും.
വിശുദ്ധ മക്കത്തിൽ മുക്കറമയിലെ സുഗന്ധം പോലും നമ്മുടെ മനസ്സിൽ വലിയ വികാരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിക്കും. ഹജ്ജിന് പോകുന്നവരെ കാണുമ്പോൾ, തിരിച്ചു വരുന്നവരെ കാണുമ്പോൾ, വേണ്ട നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ പച്ചപ്പട്ടം നിങ്ങൾ വീട്ടിൽ വെച്ച് കാണുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വലിയ വേലിയേറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അല്ലാഹുവേ, കഴിഞ്ഞ വർഷം ഹജ്ജിന് അവിടെ ഉണ്ടായിരുന്നു, അല്ലാഹു ജീവിതത്തിൽ വലിയ ഭാഗ്യം നൽകി, കുറെ കൂടെ അതിനെ ഉപയോഗപ്പെടുത്തേണ്ടതായിരുന്നു, എത്ര വലിയ നിഅമത്ത് അല്ലാഹു നമുക്ക് നൽകിയതാണ്, ആ നിഅമത്തിനെ ഉപയോഗപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ടതിന് പകരം നമ്മുടെ ഈ യാത്രയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്ന നിമിഷങ്ങളിൽ സംതൃപ്തിയുടെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ തെന്നലുകൾ നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കുവാൻ സാധ്യമാകും വിധമുള്ള ഒരു സന്തോഷത്തിന്റെ ചിന്തകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തെ കുറിച്ച് തീവ്രമായ ബോധമുണ്ടാവണം. അപ്പോൾ മാത്രമാണ് നിങ്ങൾ ഈ യാത്രയുടെ ഹാലിലേക്ക് എത്തുക. അല്ലെങ്കിൽ ഇത് വെറുതെ ഒരു യാന്ത്രികമായിട്ട് ഇതും കഴിഞ്ഞു. ഇത് ചെറിയ അനുഗ്രഹമല്ലല്ലോ, എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ചെയ്തത്. അള്ളാഹുവല്ലേ നമ്മെ വിളിച്ചു വരുത്തിയത്, അള്ളാഹുവാണല്ലോ നമ്മെ വിളിച്ചത്. അള്ളാഹു എത്ര കരീമാണ്, അവൻ എത്ര മാന്യനാണ്. അള്ളാഹു അവന്റെ അടിമകളോട് വലിയ സ്നേഹമുള്ളവനാണ്. അവൻ കരീമാണ്, അവൻ മാന്യനാണ്. നമുക്ക് വായിക്കാം ചില കിതാബുകളിലൊക്കെ തവാഫിന് വന്ന ചില ഹാജിമാര് വിശുദ്ധ കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോൾ യാ കരീം യാ കരീം യാ കരീം യാ അല്ലാഹ് എന്ന് മാത്രം ദിക്ർ ചൊല്ലിക്കൊണ്ട് തവാഫ് പൂർത്തിയാക്കിയ മഹാന്മാർ. അള്ളാഹു എത്ര മാന്യനാണ്. അവൻ അവന്റെ അടിമകളെ അവന്റെ വീട്ടിലേക്ക് വരുത്താൻ തീരുമാനിച്ചപ്പോൾ വിളിച്ചു വരുത്താമെന്ന് അവൻ തീരുമാനിച്ചു, ക്ഷണിച്ചു വരുത്താമെന്ന് തീരുമാനിച്ചു. എത്ര വലിയ കരീമാണ് അവൻ, എത്ര വലിയ കരീമാണ്. മാന്യന്മാർ അങ്ങനെയല്ലേ? ഇപ്പൊ ബഷീർ ഹാജിക്ക് ഒരു ആഗ്രഹം, എന്നെ ഒന്ന് വീട്ടിലേക്ക് വിളിക്കണമെന്ന്, തിരൂരിലേക്ക് ഒന്ന് വിളിക്കണമെന്ന് ആഗ്രഹം. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുക? ഒരു പക്ഷേ അതുവഴി ഉസ്താദ് എപ്പോഴെങ്കിലും സഞ്ചരിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പേരില്, സ്നേഹത്തിന്റെ പേരില്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഒരു പക്ഷേ തിരൂരെത്തുമ്പോഴത്തേക്ക് എന്റെ വീട്ടിലേക്ക് വന്നേക്കാം. പക്ഷേ എനിക്ക് ഉസ്താദിനെ വീട്ടിലേക്ക് വരുത്തണമെങ്കിൽ ഞാൻ ഉസ്താദിനെ ഒന്ന് വിളിച്ചു വരുത്തണം. കാരണം അതാണ് അതിന്റെ ഒരു മാന്യത, കറാമത്ത്, കരീം അതാണ്, മാന്യത അതാണ്. ബഷീർ ഹാജി വിചാരിക്കും ഉസ്താദിനെ ഒന്ന് വിളിക്കാന്ന് വിചാരിക്കും, വിളിച്ചു വരുത്താന്ന് വിചാരിക്കും. എന്നെ വിളിക്കും, ഒന്നെന്റെ വീട്ടിൽ വരണം. ഞാൻ വരാമെന്ന് തീരുമാനിച്ചാൽ പിന്നെ ഞാൻ എപ്പോഴാ വരിക എന്ന് ബഷീർ ഹാജി അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഞാനൊരു ദിവസം പറയും, ആ ദിവസം ഞാൻ വരാമെന്ന് പറയും. ഞാൻ വരാമെന്ന ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ വരിക എന്ന് അന്വേഷിക്കും. ഞാനൊരു ആളെ അങ്ങോട്ട് വിടട്ടെ, ഒരു വണ്ടി വിടട്ടെ അങ്ങോട്ട്, ഉസ്താദ് അങ്ങോട്ട് പോന്നേക്കോ വണ്ടിയിൽ. അല്ല ഞാൻ അങ്ങോട്ട് വരാനോ ഉസ്താദിനെ കൂട്ടിക്കൊണ്ട് വരാൻ? വേണ്ട, ഞാനങ്ങ് വന്നേക്കാം, വണ്ടിയിൽ വണ്ടിയുണ്ട്. അല്ല ഡ്രൈവറെ വിടാമെന്നാ വേണമെങ്കിൽ, അല്ല വേണ്ട ഞാൻ വന്നോ. പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന ദിവസം നേരം വെളുക്കുമ്പോൾ വിളിക്കും, ഉസ്താദ് എപ്പോഴും ഇറങ്ങുക. എന്നിട്ട് പിന്നെ എന്റെ യാത്രയിലുടനീളം ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒരു അല്പം ഡിലേ വന്നാൽ ഉടനെ വിളിക്കും, ഉസ്താദ് എവിടെ എത്തി, വഴിവല്ലോ തെറ്റിയോ. വീടെത്താറായി കഴിയുമ്പോ ബഷീർ ഹാജിയുടെ മനസ്സിന്റെ സ്പന്ദനം വർദ്ധിക്കും. വീട്ടുകാരോട് പറയും ഉസ്താദ് എത്താറായി എന്ന് പറയും. മക്കളെ വിളിച്ച് പുറത്തേക്ക് ഇറക്കും, ഗേറ്റ് തുറന്നു നിർത്തും, തുറന്നു വെക്കും, കാത്തിരിക്കും. ഞാനിപ്പോഴും ഉദാഹരണത്തിന് ബഷീർ ഹാജി എന്ന് പറയുന്നു, എന്നെ എന്ന് പറയുന്നതേ ഉള്ളൂ. മാന്യന്മാരെല്ലാരും അങ്ങനെയാണ്, അല്ലേ ഹാജി? നിങ്ങൾ ആരെയെങ്കിലും വീട്ടിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ എത്ര മാന്യമായിട്ടാണ് ആ കാര്യം നിറവേറ്റുക? ഞാൻ വാഹനം പുറത്ത് നിർത്താൻ ശ്രമിച്ചാലും ബഷീർ ഹാജി എന്റെ വാഹനം അകത്തേക്ക് പ്രവേശിപ്പിക്കും. വീട്ടിന്റെ ഉമ്മറപ്പടിയുടെ പരമാവധി അടുത്തേക്ക് ഡ്രൈവറെ കൊണ്ട് വാഹനം ചേർത്ത് നിർത്തും. അദ്ദേഹം തന്നെ ഞാൻ ഇരിക്കുന്ന ഡോർ വന്ന് തുറക്കും, എന്റെ കൈ പിടിച്ച് താഴെ ഇരുത്തും, താഴെ ഇറക്കും, എന്റെ കൈ പിടിച്ച് അകത്ത് കൊണ്ട് ചെന്ന് അടുത്തിരുത്തും. അവിടെ അടുത്ത് കൊണ്ടുപോയി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. കരീമായ അല്ലാഹു, മാന്യനായ അല്ലാഹു, അവൻ അവന്റെ അടിമകളോട് എത്ര സ്നേഹമുള്ളവനാണ്, എത്ര കരുണയുള്ളവനാണ്. കരീമായ അല്ലാഹു തീരുമാനിച്ചു, എന്റെ അടിമകൾക്ക് വിശുദ്ധ മക്കത്തിൽ മുക്കറമയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കുക എന്ന് പറയുന്നത് നിസ്കാരം നിർബന്ധമായതുപോലെ, നോമ്പ് നിർബന്ധമായതുപോലെ, സക്കാത്ത് നിർബന്ധമായതുപോലെ ഹജ്ജ് നിർബന്ധമാണെന്ന് പറഞ്ഞാലും അവർ ചെയ്യും. നമ്മൾ ചെയ്യൂലേ? എന്താ ഹാജി, നമ്മൾ ചെയ്യൂലേ? നിസ്കരിക്കാൻ അള്ളാഹു പറഞ്ഞില്ലേ, നമ്മൾ ചെയ്തില്ലേ? അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ.
നോമ്പ് പിടിക്കാൻ അള്ളാഹു നമ്മോട് പറഞ്ഞില്ലേ? നമ്മൾ നോമ്പ് പിടിക്കുന്നില്ലേ? അള്ളാഹു കബൂൾ ചെയ്യുമാറാവട്ടെ. സക്കാത്ത് കൊടുക്കാൻ അള്ളാഹു പറഞ്ഞില്ലേ? നമ്മൾ സക്കാത്ത് കൊടുക്കുന്നില്ലേ? അള്ളാഹു കബൂൾ ചെയ്യുമാറാവട്ടെ. അതുപോലെ പറഞ്ഞാൽ മതിയല്ലോ, ഇന്നല്ലാഹ ഖദ് ഫറദ അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജൂ. അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഹജ്ജ് ചെയ്യും, നമ്മൾ ഹജ്ജ് ചെയ്യും. പക്ഷേ കരീമായ അള്ളാഹു വിചാരിച്ചു, എന്റെ അടിമകളെ ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോ അവരിങ്ങോട്ട് വന്നാൽ പോരാ, അവരെ വിളിച്ചു വരുത്തണം. എനിക്ക് എന്റെ അടിമകളെ എനിക്ക് വിളിച്ചു വരുത്തണം. എനിക്ക് എന്റെ അടിമകളോട് സ്നേഹമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവണം. ഞാൻ എന്റെ അടിമകളെ എന്തോരം സ്നേഹിക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടണം. അവരെന്റെ വീട്ടിലേക്ക് വരുമ്പോ അവരൊരു നാണക്കേടിൽ വരരുത്, വിളിയില്ലാതെ വരുന്നത് പോലെ വരരുത്. വിളിച്ചു വരുത്തിയതുപോലെ അവർ വരണം. വിളിച്ച ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ആ വരവിന്റെ മനസ്സിന്റെ ആഢ്യത്വവും അന്തസ്സും എത്രയാണോ ആ അന്തസ്സോടെ എന്റെ അടിമകൾ വരണം. എന്റെ അടിമകൾ അങ്ങനെ വരണം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം നബിയോട്, നീ ജബൽ അബുൽ ഖുബൈസിന്റെ മുകളിൽ കയറി നിന്നിട്ട് എല്ലാരോടും ഒന്ന് പറയും, ഹജ്ജിന് വരാൻ വേണ്ടി ഞാൻ വിളിക്കുന്നു എന്ന് പറയും എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ നമീഖ്. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിം അലൈഹിസ്സലാം, നീ കയറി നിന്നിട്ട് ജനങ്ങളോട് ഹജ്ജിന് വരാൻ പറ, ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറ. അവരോട് ഹജ്ജിന് വരാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു എന്ന് അവരോട് പറ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി നിന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് എല്ലാവരോടും ഹജ്ജിന് വരാൻ അള്ളാഹു പറയുന്നു, ക്ഷണം അള്ളാഹു നൽകുന്നുണ്ട്. അള്ളാഹു നേരിട്ട് ക്ഷണിച്ചിരിക്കുന്നു. അല്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടാണ് വിളിപ്പിച്ചതെങ്കിലും ക്ഷണം നേരിട്ടാണ്. ക്ഷണം നേരിട്ടായത് കൊണ്ടാണ് നാം ഇഹ്റാം ചെയ്തിട്ട് പറഞ്ഞത്, അള്ളാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലേ, വിളിച്ചില്ലെങ്കിലും നമ്മൾ ഇതേ ഉത്തരം നൽകുന്നു എന്ന് പറയുന്നതിൽ പ്രസക്തിയുണ്ടോ? എന്താ ഹാജി ഹാജിയുടെ പേരെന്താണ്? നിങ്ങളുടെ തന്നെ അഹമ്മദ് ഊട്ടി. എവിടെയാണ് വീട്? മലപ്പുറത്ത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമോട്ടി ഹാജി, നമ്മൾ ലബ്ബൈക്ക പറഞ്ഞല്ലേ വന്നത്. ലബ്ബൈക്കയുടെ അർത്ഥം എന്താണ്? അള്ളാഹുവേ നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകുന്നു എന്നാണ്. ഒരു വിളിയില്ലെങ്കിൽ പിന്നെ ലബ്ബൈക്കയ്ക്ക് എന്ത് പ്രസക്തിയാവുള്ളത്? വിളിയില്ലെങ്കിൽ പിന്നെ എന്ത് ലബ്ബൈക്കയാണ്? വിളിയുണ്ട് ഇവിടെ. അള്ളാഹു വിളിച്ചു. ഈ കഴിഞ്ഞ 15-ാം തീയതിക്ക് മുമ്പ് വരെയും അള്ളാഹു വിളിച്ചു എന്ന് മാത്രം നാം മനസ്സിലാക്കി. ആ വിളി ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. 15-ാം തീയതി എനിക്ക് ബോധ്യപ്പെട്ടു, ആ വിളിയിൽ ഞാൻ പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ എല്ലാവരെയും ഹജ്ജിലേക്ക് എത്തിക്കുമാറാവട്ടെ. നമ്മൾ ഇവിടെ എത്തി എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ ആ വാക്ക് പറഞ്ഞതാണ്. ആയിട്ടില്ല. ആ വിളിക്ക് ഉത്തരം നൽകാൻ തന്നെയാണോ വന്നതെന്ന് അറിയില്ല. ലബ്ബൈക എന്ന് പറഞ്ഞ ആ വിളിക്കുത്തരം നൽകുന്നതിന് മുമ്പ് ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്തൊരു വിളിക്കുത്തരം നൽകേണ്ടി വരുമോ എന്നറിയില്ല. അള്ളാഹു നമുക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സന്തോഷം നൽകുമാറാവട്ടെ. നമ്മളോടൊപ്പം ഹജ്ജിന് വന്ന അൽ ഹിദായ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, നമ്മുടെ തെക്ക് ഭാഗത്തുള്ളവർക്ക് അറിയാം, ബാബ മൗലവി എം എം ബാബ ഉസ്താദിന്റെ കൂടെ വന്ന ഗ്രൂപ്പ്. അതിലെ ഒരു ഹാജി ഇവിടെ വന്ന് ഉംറ കഴിഞ്ഞ് അദ്ദേഹം വഫാത്തായി. കഴിഞ്ഞ വർഷം നമുക്കറിയാം മരിച്ച ഹജ്ജുമാരുടെ പേരെന്താണ്? കഴിഞ്ഞ വർഷം നമ്മളെ പോലെ ലബ്ബൈക വിളിച്ച് വന്നൊരു ഹജ്ജുമ, റുഖിയ ഹജ്ജുമ.
ആ ലബ്ബൈക്കൊക്കെ അവര് വിചാരിച്ചത് എന്തായിരുന്നു? അല്ലാഹുവേ, ഹജ്ജ് ചെയ്യാൻ നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം നൽകി വരുന്നു എന്നായിരുന്നു. അവര് വന്നു, സന്തോഷത്തോടെ വന്നു. അവര് പരിശുദ്ധ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്തും തവാഫ് ചെയ്തു. ചോര കുഞ്ഞിന് വെള്ളം അന്വേഷിച്ച് ഓടി നടന്ന, സകല പ്രതീക്ഷകളും അസ്തമിച്ചൊരിടത്ത് അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് ഓടി നടന്ന ഒരു പാവപ്പെട്ട ഉമ്മയുടെ, ഹാജറ എന്ന ഉമ്മയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ആ മണ്ണിലൂടെ, സഫയ്ക്കും മറുവയ്ക്കും ഇടയിലൂടെ അവര് നടന്നു. അവസാനം 7ാമത്തെ നടപ്പ് മറുവയിൽ എത്തി കഴിഞ്ഞപ്പോ വാടി തളർന്നു പോയ ബീവി ഹാജർ ഇരുന്നു പോയതുപോലെ, വെള്ളം അന്വേഷിച്ച് വാടി തളർന്നിരുന്നു പോയ ബീവി ഹാജറിനെ പോലെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭൂമെത്തയിലേക്ക് അവർ മറിഞ്ഞു വീണത് മറുവയിലെ മറുവയുടെ ആ ഒരു കല്ലിലേക്കാണ് വീണതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവര് വീണത് കല്ലിലേക്കല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ പുഷ്പങ്ങളിലേക്കാണ് അവര് വീണത്. അവിടെ വീണവര് മരിച്ചുപോയി. ഈ ബിൽഡിംഗിന്റെ ലിഫ്റ്റിൽ വെച്ച് മരിച്ചുപോയ ആളുകളെ ഞങ്ങൾ താഴെ നിർത്തി, ഞങ്ങൾ താഴെ കിടത്തിയിട്ടുണ്ട്. ലിഫ്റ്റ് കാത്തു നിൽക്കുമ്പോ ലബ്ബൈക എന്ന് പറയുന്നതിന്റെ പൊരുള് ഹജ്ജാണെന്ന് വിചാരിച്ചിരുന്നു പോയി. ലിഫ്റ്റിൽ കയറി കഴിഞ്ഞിട്ട് ലിഫ്റ്റ് താഴെ എത്തുന്നതിന് മുമ്പ് ലബ്ബൈക എന്നതിന്റെ ഉത്തരം, നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിളിക്കുത്തരമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു. ലിഫ്റ്റ് താഴെ എത്തുമ്പോ ആൾ മരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കൈകളിൽ കിടന്നുകൊണ്ട് അങ്ങനെ മരിച്ച് ഇവിടെ താഴെ കിടത്തി കബറടക്കം ചെയ്യപ്പെട്ട ആളുകൾ. പെട്ടെന്ന് അതെല്ലാം മറന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പോയി. 17-ാം തീയതി എത്തിയപ്പോഴത്തേക്ക് 15-ാം തീയതി എത്തിയപ്പോ ആ ലബ്ബൈക്കയുടെ വിളിയിൽ ഞാൻ പെട്ടു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇല്ല, സമയമായിട്ടില്ല, ബോധ്യപ്പെടാനായിട്ടില്ല. എന്നാലും നാം ഇഹ്റാം ചെയ്തപ്പോൾ നമ്മൾ ലബ്ബൈക്ക പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ വിശുദ്ധ ഗേഹത്തിലേക്ക് ഞങ്ങൾ ഇതാ പുറപ്പെടുകയാണ്, നിന്റെ വിളിക്ക് ഉത്തരം നൽകി പുറപ്പെടുകയാണ്, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകുന്നു, ഞങ്ങൾ ഇതാ വരുന്നു, നിന്നിലേക്കാണ് ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പുറപ്പാട് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു എന്ന നിലയ്ക്ക് നമ്മൾ പറഞ്ഞ് ആ ലബ്ബൈക എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് അവിടെ. അപ്പൊ വിളി വന്നു. അവിടെ വിളിയുള്ളത് കൊണ്ടാണ് നാം ലബ്ബൈക എന്ന് പറയുന്നത്, വിളിയില്ലാതെയല്ല. കരീമായ അള്ളാഹു, മാന്യനായ അള്ളാഹു, അവൻ നമ്മെ വിളിച്ചു. ഇനി നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ നെഞ്ചകത്ത് നിന്നും നിങ്ങളുടെ ഹൃദയത്തെ അല്പസമയം നിങ്ങൾ മാറ്റിവെച്ചിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച റുഖിയ എന്ന് പറയുന്ന ഹജ്ജുമ്മയുടെ ഹൃദയം ഉണ്ടല്ലോ, ആ ഹൃദയം നിങ്ങൾ കൽബിലേക്ക് ചേർത്ത് വെക്കുക. നിങ്ങളുടെ സ്വന്തം ഹൃദയം അല്പസമയം മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ നെഞ്ചകത്തേക്ക് സഫാ മറുവയ്ക്കിടയിൽ നടന്ന് അവസാനം ഒരു വാടി വീഴുന്ന പുഷ്പത്തെ പോലെ മറുവയിൽ മറിഞ്ഞു വീണ് മരിച്ചുപോയ റുഖിയ എന്ന് പറയപ്പെട്ട പാവപ്പെട്ട ഒരു ഹജ്ജുമ്മയുടെ കൽബ് നിങ്ങളുടെ നെഞ്ചകത്തേക്ക് പ്രവേശിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഇനി എവിടെയാണ് വന്നു നിൽക്കുന്നതെന്നും എന്താണ് അള്ളാഹു നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുമൊക്കെയുള്ള ഒരു തീവ്രമായ അനുഗ്രഹബോധം നമ്മിൽ ഉണ്ടാവേണ്ടത് വളരെ വലിയ ഒരു കാര്യമാണ്. അത് ഏറ്റവും വലിയ വിഷയമാണ്. ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ഈ ക്ലാസിന്റെ ഒക്കെ ഉദ്ദേശം. അതാണ്. അപ്പോൾ നമ്മളെ ഹാലിലേക്ക്, നമ്മളൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. മാന്യനായ അല്ലാഹു അവൻ നമുക്ക് അവന്റെ ഭവനത്തിലേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുമ്പോൾ തന്നെ സൽക്കാരം തുടങ്ങി. ബഷീർ ഹാജി എന്നെ വിളിച്ചു. അദ്ദേഹം എന്നെ സൽക്കരിക്കുന്നത് എപ്പോഴാണ്? ഞാൻ വീട്ടിനകത്ത് കയറി വീട്ടിന്റെ ഉള്ളിലിരുത്തി കഴിയുമ്പോ എന്നെ സൽക്കരിച്ചു തുടങ്ങും. വരുമ്പോ തന്നെ വെൽക്കം ഡ്രിങ്ക് തരും, ചെല്ലുമ്പോ തന്നെ വെള്ളം തരും, ചിലപ്പോ സംസവും കാരയ്ക്കും തരും. എന്താണോ അദ്ദേഹം എനിക്ക് ചെല്ലുമ്പോ തന്നെ സൽക്കാരം തുടങ്ങും. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. മാന്യനായ കരീമായ അള്ളാഹു നാം യാത്ര പുറപ്പെടാൻ തീരുമാനിച്ച സമയം തന്നെ അവന്റെ സൽക്കാരം തുടങ്ങി. എന്താണ് സൽക്കാരം? ഏറ്റവും വലിയ സൽക്കാരം എന്താണ്? അവൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല അപരാധങ്ങളും സകല പാപങ്ങളും അവൻ നമുക്ക് മാറ്റി കളയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കൽബുകളെ അവൻ പരിവർത്തനം ചെയ്തു. ഹൃദയങ്ങൾക്ക് മാറ്റമുണ്ടാക്കി തന്നു. നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഇഹ്റാമിന്റെ കുളി കുടിച്ചവരാണ്. ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും
ബാത്റൂമിനകത്തിരുന്ന് കരഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? പക്ഷെ നിങ്ങൾ കരഞ്ഞു പോയി. ഇപ്പോ ഇഹ്റാമിന്റെ കുളിക്കാൻ വേണ്ടി നിങ്ങൾ ബാത്റൂമിനകത്ത് കയറി വാതിലടച്ച് വെള്ളം തുറന്ന് തലയിലൂടെ ഒഴിക്കുമ്പോ യഥാർത്ഥത്തിൽ നാം കരഞ്ഞുകൊണ്ടാണ് കുളിച്ചത്. കാരണം ഞാൻ എന്റെ ജനാസ കുളിപ്പിക്കുകയാണ്, ഇവിടെ എന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. നാം നമ്മെ തന്നെ മയ്യത്ത് കുളിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ജനാസ പൊതിയാൻ നമ്മുടെ റൂമിന്റെ കട്ടിലിന്റെ മുകളില് മയ്യത്ത് പൊതിയാനുള്ള കഫൻ തുണി പോലെ, ആ മയ്യത്ത് പൊതിയാനുള്ള കഫൻ തുണി പോലെ ഇഹ്റാമിന്റെ വസ്ത്രം ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. മക്കൾ അതിന്റെ സീലൊക്കെ പൊട്ടുകയാണ്, ഇങ്ങനെ സ്റ്റിക്കറൊക്കെ എടുത്ത് മാറ്റുകയാണ്. ഏതാണ് പൊതി, ഏതാണ് വസ്ത്രം എന്നൊക്കെ നോക്കുകയാണ്, ഇങ്ങനെ മറിച്ച് വെക്കുകയാണ്. വാപ്പാടെ കഫൻ തുണി പൊതിയാൻ പോവുകയാണ്. വാപ്പാക്ക് കഫൻ തുണി പൊതിയാൻ മക്കള് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ്. ഈ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മയ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വാഹനം തയ്യാറാണ്. ദ്വാരക്കാൻ വേണ്ടി സയ്യിദന്മാരും സാദാത്തുകളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. ജനാസ യാത്രയാക്കാൻ ബന്ധുക്കളും മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ട്. എല്ലാവരും കണ്ണ് നിറഞ്ഞ് കാത്തു നിൽക്കുകയാണെങ്കിൽ, എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോഴാണ് ആരും കാണാതെ നാം നമ്മുടെ ബാത്റൂമിനകത്ത് നിന്ന് കരഞ്ഞു പോയത്. കരഞ്ഞുകൊണ്ട് നമ്മൾ കുളിച്ചത്. കലങ്ങിയ കണ്ണുമായിട്ടാണ് നാം പുറത്തേക്ക് വന്നത്. കരഞ്ഞുകൊണ്ടാണ് നാം ഇഹ്റാം വസ്ത്രം ധരിച്ചത്. കരഞ്ഞുകൊണ്ടാണ് നാം ഇഹ്റാമിന്റെ നമസ്കാരം നിസ്കരിച്ചത്. നമ്മുടെ ഉസ്താദന്മാര് നമ്മോട് അല്ലാഹുവേ, ഞാൻ വിശുദ്ധ മക്കത്തുൽ മുക്കറമയിലേക്ക് പുറപ്പെടുന്നു ഉംറ നിർവഹിക്കാൻ വേണ്ടി. ഞാൻ ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്യുന്നു. അല്ലാഹുവേ, ഉംറയെ നീ സ്വീകരിക്കണേ, കബൂലാക്കണേ എന്ന് നമ്മുടെ ഉസ്താദന്മാര് പറഞ്ഞു തന്നപ്പോ നമ്മുടെ ഹൃദയം പിടയ്ക്കുമാറ്, നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവരുടെ കാതുകളിൽ പ്രകമ്പനം സൃഷ്ടിക്കും വിധം നമ്മുടെ ശരീരം മുഴുവനും അതിന്റെ പ്രകമ്പനം കൊണ്ട് വിറച്ചു പോകും വിധം നാം ലബ്ബൈക പറയുകയും അഹ്റംതു ബിൽ ഉംറ എന്ന് പറയുകയും ചെയ്തവരാണ്. സ്വന്തം ഇഹ്റാം ചെയ്തവരുടെ അവസ്ഥ അങ്ങനെ. മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഇഹ്റാം ചെയ്ത ആളുകളുടെ അവസ്ഥ അത് പറയാനുമില്ല. നമ്മോടൊപ്പമുള്ള പല ഹജ്ജിമാരും വിധവകളായ ഹജ്ജിമാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല പ്രതിഫലം കൊടുക്കുമാറാവട്ടെ, നല്ല ക്ഷമ കൊടുക്കുമാറാവട്ടെ. ഭർത്താക്കന്മാര് മരിച്ചുപോയ ഭാര്യമാരുണ്ട് ഈ കൂട്ടത്തില്. എന്റെ കൂടെ വന്ന യാത്രികരിലുമുണ്ട് ഭർത്താക്കന്മാര് മരിച്ചുപോയ ഭാര്യമാരുണ്ട്. വൈദഗ്ധ്യം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു അവസ്ഥയാണ്. വൈദഗ്ധ്യം. കഴിഞ്ഞ വർഷം എന്നോടൊപ്പം ഹജ്ജിനുണ്ടായിരുന്ന ഒരു ഹജ്ജുമ്മ, അവരും അവരുടെ ഭർത്താവും കൂടെ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഹജ്ജിന് വന്നാണ്. ഇവിടെ വെച്ച് ആ ഭർത്താവ് മരിച്ചു പോയിട്ട് പിന്നെ അവർ നാട്ടിലൊക്കെ പോയി. ചെറുപ്പത്തില് വലിയ പ്രായമൊന്നും ഇല്ലാത്ത സമയത്ത്, അന്ന് അദ്ദേഹം ഇവിടെ ഗൾഫിൽ ജോലിയാണ്. ആ സമയത്ത് ഭാര്യയെ വിളിച്ചു വരുത്തിയതായിരുന്നു ഹജ്ജ് ചെയ്യാൻ വേണ്ടി. 2 ആൺമക്കളെ, കൊച്ചുമക്കള്, അവരെയും വിളിച്ചു വരുത്തിയതാണ്. ഹജ്ജ് നിർവഹിച്ച് തിരിച്ച് ഭാര്യ പോകുന്നതിന് മുമ്പ് ഭർത്താവ് ഇവിടെ വെച്ച് മരണപ്പെട്ടു പോയി. ഭർത്താവിന്റെ ജനാസയുമായി ഈ സ്ത്രീ നാട്ടിലേക്ക് പോയി. നമ്മുടെ പാലക്കാട് ആറ്റാശ്ശേരിയിലുള്ള ഒരു ഹജ്ജുമ്മ. അള്ളാഹു അവർക്ക് നല്ല കൂലി കൊടുക്കുമാറാവട്ടെ. അതൊക്കെ പെട്ടെന്ന് ചില സമയത്ത് ഓർമ്മ വരുന്നതാണ്. അവരുടെ ഒരു ഹൗളാണ്, ഒരു ഭാഗ്യമാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്നിട്ട് ഈ 2 മക്കളെ അവർ വളർത്തി വലുതാക്കി. ജീവിതത്തിൽ വൈദഗ്ധ്യത്തിന്റെ കയ്പ് നീര് കുടിച്ച് അവർ മക്കളെ വളർത്തി. ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചു, പക്ഷേ മക്കളെ വളർത്തണം. അവർ വളർത്തിയെടുത്തു മക്കളെ. കഴിഞ്ഞ വർഷം അവർ ഹജ്ജിന് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വിശുദ്ധ മക്കത്തുൽ മുക്കറമയിൽ ആഹ്ലാദത്തിന്റെ, സന്തോഷത്തിന്റെ, ആനന്ദകരമായ മുഹൂർത്തത്തിലൂടെ സഞ്ചരിക്കുമ്പോ ഈ ഹജ്ജുമ്മ മാത്രം ഒരിക്കലും മറക്കാനാവാത്ത തന്റെ പ്രിയതമയുടെ വേർപാടിന്റെ ഓർമ്മകൾ അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ സകല സന്തോഷങ്ങൾക്ക് മുകളിലും കരിനിഴൽ വീഴ്ത്തും വിധം അവരെ സങ്കടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇവിടെ ചെല്ലുമ്പോഴും ആ ഓർമ്മ അവർ വല്ലാതെ സങ്കടപ്പെടുന്നു. എപ്പോഴും സങ്കടം. അവസാനം അവരെന്നോട് തുറന്നു പറഞ്ഞു, ഉസ്താദേ, 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവുമായി ഇവിടെ ഹജ്ജിന് വന്നതാണ്. ഭർത്താവ് ഇവിടെ വെച്ച് ഹജ്ജിനിടയിൽ മരണപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിന്റെ ജനാസയുമായി നാട്ടിലേക്ക് പോവേണ്ടി വന്ന ആളാണ്. വൈദഗ്ധ്യത്തിന്റെ ഒരുപാട് കഷ്ടപ്പാടുകളും സങ്കടങ്ങളും അനുഭവിച്ച് ഞാൻ എന്റെ മക്കളെ വളർത്തി. ഞാനിപ്പോ
ഒരു ഹജ്ജിന് വീണ്ടും ഒരു അവസരം കിട്ടി വന്നു. ഉസ്താദും ഉസ്താദിനോടൊപ്പമുള്ളവരുമൊക്കെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് ചലിക്കുമ്പോ എല്ലാ സന്തോഷത്തിന്റെ മുമ്പിലും ഒരു സങ്കടം പോലെ, സങ്കടത്തിന്റെ കരിനിഴൽ പോലെ, പിടിച്ചു നിർത്താൻ കഴിയാത്ത അണക്കെട്ട് പൊട്ടിയതുപോലെ, അലറി ഒഴുകുന്ന മലവെള്ളം പോലെ മനസ്സിന്റെ സങ്കടം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് എന്റെ ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് എന്നോടത് നേരിട്ട് പറയാനുള്ള സങ്കടം കൊണ്ട് അവര് മൊബൈലില്, വാട്സാപ്പില് അവർ ഈ സങ്കടം വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോ ഉസ്താദ് ഒരു വോയിസ് ഉണ്ട്, ഉസ്താദ് ജസ്റ്റ് ഒന്ന് കേൾക്കാൻ പറഞ്ഞു. ഞാൻ നാട്ടിൽ നിന്ന് ആരോ അവരുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വിഷയം എന്ന് വിചാരിച്ച് ഞാൻ ആ വോയിസ് കേൾക്കുമ്പോൾ ഈ ഹജ്ജുമ്പോ തന്നെ അവരുടെ ഈ ഒരു അവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള 2-3 മിനിറ്റ് നീളമുള്ള വോയിസ് ആണ്. ഞാൻ സങ്കടപ്പെട്ടു പോയി, ഞാൻ കരഞ്ഞുപോയി അവരുടെ കാര്യം ഓർത്തിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സമാധാനിക്കുക, ആശ്വസിക്കുക, നമുക്ക് ദ്വാരക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന ഈ സഹോദരിമാരിൽ പലരും ഉണ്ടതുപോലെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് മരിച്ചു പോയിട്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഉംറയ്ക്ക് വന്നിരിക്കുന്നത്, അവർക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യാൻ വന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്റാമിന്റെ സമയത്ത് ഭർത്താവിന് വേണ്ടിയാണ് ഞങ്ങൾ ഉംറ ചെയ്യുന്നത് ഉസ്താദേ എന്ന് പറയുമ്പോൾ അവർക്ക് നാം എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഉംറ ചെയ്യുന്നു എന്ന ആ നിയ്യത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അടക്കാനാവാത്ത സങ്കടത്തോടുകൂടെ അവർ ഇഹ്റാമിന്റെ വാക്ക് പറയുന്നത് നമുക്ക് കേൾക്കാം. വൈദഗ്ധ്യം അതൊരു ചെറിയ സംഗതിയല്ല. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കെല്ലാം അവരുടെ ഭർത്താക്കന്മാരുടെ ദീർഘായുസിലൂടെ സന്തോഷം നൽകുമാറാവട്ടെ. വിധവകളാകാതെ അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ ഒന്നും അള്ളാഹു യത്തീമുകളാക്കാതിരിക്കുമാറാവട്ടെ. നമ്മുടെ ചെറുമക്കളെയും പേരമക്കളെയും ഒന്നും അള്ളാഹു യത്തീമുകളാക്കാതിരിക്കട്ടെ. നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും അള്ളാഹു ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരാൾ മരിച്ചാൽ അയാളുടെ വേർപാടും ദുഃഖിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വീട്ടില്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ സങ്കടങ്ങളും ഒളിപ്പിച്ചു വെച്ച് ആ വീട്ടിന്റെ മുമ്പിൽ ഉമ്മറപ്പടിയിൽ മുഖത്ത് മുഴുവനും സങ്കടത്തിന്റെ ഭാരം ചുമന്നുകൊണ്ട് ഇരിക്കുന്ന ആ മയ്യത്തിന്റെ, മരിച്ചുപോയ മനുഷ്യന്റെ വാപ്പയെ കാണാൻ നമുക്ക് ചെല്ലുമ്പോൾ. എവിടെ മരിച്ചാലും നമ്മൾ ചെന്നാലും ഒരു 25, 28 വയസ്സ്, 30 വയസ്സുള്ള ചെറുപ്പക്കാരെ മരിച്ചു എന്ന് വിചാരിക്കുക. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് മക്കളെ വളർത്തി വലുതാക്കി, ഇനി രോഗാവസ്ഥയിലായി, മക്കളൊക്കെ പഠിച്ച് ജോലിയായി, ഇനിയൊക്കെ അവരുടെ തണലിൽ സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനം വരുന്നു, മകൻ മരിക്കുന്നു. നമ്മൾ ജനാസ കാണാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം വീട്ടിന്റെ മുമ്പിൽ സകല സങ്കടങ്ങളെയും അടക്കി പിടിച്ചുകൊണ്ട് മുഖം മുഴുവനും ദുഃഖത്തിന്റെ ഘനഭാരം തൂങ്ങിക്കൊണ്ട് നിൽക്കുന്ന വാപ്പയെ കാണാം. കരയൂല, കടിച്ചു പിടിച്ചു നിൽക്കും. അകത്ത് ചെല്ലുമ്പോ കാണാം സ്വന്തം മകന്റെ ജനാസ കാണേണ്ടി വന്ന ഒരു പാവപ്പെട്ട ഉമ്മയുടെ മനസ്സ്. സ്വന്തം മകന്റെ ജനാസക്കരികിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതേണ്ടി വരുന്ന ഒരു പാവപ്പെട്ട ഉമ്മയെ നമുക്ക് കാണാം. അവിടെ വാപ്പ എന്ന് വിളിച്ച് കൊതു തീരുന്നതിന് മുമ്പ് തന്നെ വാപ്പ യാത്രയായി പോയപ്പോ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാൻ കഴിയാതെ മയ്യത്തിന്റെ ചുറ്റുഭാഗത്തും ചുറ്റിക്കറങ്ങി കളിക്കുന്ന മക്കളെ കാണാം അവിടെ നമുക്ക്. നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുന്ന, നമ്മുടെ കൽബുകളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ഇതെല്ലാം നമ്മൾ കാണുമ്പോഴും നമ്മൾ കാണാതെ, എന്നാൽ ആ മരണ വീട്ടിന്റെ സകല ദുഃഖങ്ങളെയും ആവാഹിച്ചൊരു പാവപ്പെട്ട പെണ്ണ് വീട്ടിന്റെ അകത്തളങ്ങളിൽ കട്ടിലിൽ തലയിളയിൽ മുഖമമർത്തിപ്പിടിച്ച് ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളെ കുറിച്ചോർത്ത്, നാളുകളെ കുറിച്ചോർത്ത്, തന്റെ സ്വന്തം മക്കളെ കുറിച്ചോർത്ത്, ജീവിതത്തിന്റെ നൈമിഷികമായ സന്തോഷത്തിന്റെ വേളകളെ കുറിച്ചോർത്ത്, സന്തോഷങ്ങളുടെയും ദുഃഖങ്ങളുടെയും കഴിഞ്ഞുപോയ ദിവസങ്ങളെ കുറിച്ചോർത്ത്, പങ്കുവെക്കാൻ ബാക്കി വെച്ച സന്തോഷങ്ങളെ കുറിച്ചോർത്ത്, വലിയ വലിയ പ്രതീക്ഷകളെ കുറിച്ചോർത്ത് തലയിണയിൽ തല അമർത്തി കരയുന്ന ഒരു വിധവയായ ഒരു സ്ത്രീയെ നമുക്ക് കാണാം. അവിടെ മരിപ്പ് കഴിഞ്ഞു, എല്ലാവരും തിരിച്ചു പോകും. 3 ദിവസം അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ടാകും. അത് കഴിയുമ്പോൾ സഹോദരങ്ങളും പോകും. വാപ്പയും ഉമ്മയും അവിടെ തന്നെ ഉണ്ടാകും. കാരണം മോള് വിധവയായി പോയി. ഒരുപാട് ആഗ്രഹത്തോടെ കെട്ടിച്ചു വിട്ടതാണ് മോളെ. മോള് വിധവയായി പോയി. എല്ലാരും പോയാലും വാപ്പയും ഉമ്മയും അവിടെ തന്നെ നിൽക്കും. എന്നാലും എത്ര ദിവസം നിൽക്കും?
കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വാപ്പ പറയും ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറയും. വാപ്പ വീട്ടിൽ പോകും. വിധവയായി പോയ തന്റെ മകൾക്ക് ഒരു ആശ്വാസമായി ഉമ്മ മാത്രം അവിടെ നിൽക്കും. ഉമ്മ അങ്ങനെയാണ്. 2 വർഷം മുമ്പ് ഈ പുലിറ്റ്സർ അവാർഡ് കിട്ടിയ ഒരു ചിത്രം. പുലിറ്റ്സർ അവാർഡ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ അവാർഡാണ്. ലോകത്തെ ഏറ്റവും വലിയ ഫോട്ടോഗ്രഫി അവാർഡാണ് പുലിറ്റ്സർ അവാർഡ്. പുലിസ്റ്റർ അല്ല, പുലിറ്റ്സർ. 2 വർഷം മുമ്പ് ഒരു പുലിറ്റ്സർ അവാർഡ് കിട്ടിയ ഒരു ചിത്രം ഉണ്ടായിരുന്നു. എന്താ ചിത്രം എന്ന് അറിയാമോ? സിറിയയിലെ ആഭ്യന്തര കലാപത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു പാവപ്പെട്ട ഉമ്മ. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആ ഉമ്മ കൊല്ലപ്പെട്ട് കിടക്കുന്നു. ആ ഉമ്മയുടെ മാറിടത്തിലേക്ക് മുഖമമർത്തിക്കൊണ്ട് പാല് കുടിക്കുന്ന ഒരു കുഞ്ഞിന്റെ ചിത്രം. മരിച്ചു കിടക്കുന്ന ഉമ്മയുടെ മാറിടത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് പാല് കുടിക്കുന്ന കുഞ്ഞിന്റെ ചിത്രം 2 വർഷം മുമ്പ് പുലിറ്റ്സർ അവാർഡ് കിട്ടിയ ലോകത്തെ ഏറ്റവും ചിന്താർഹമായ മനസ്സിനെ സ്പർശിച്ച ചിത്രം. അതാണ് ഉമ്മ. മരിച്ചു കിടന്നാൽ പോലും പിന്നെയും തന്റെ മക്കളുടെ ജീവന് വേണ്ടിയുള്ള അമൃത് നൽകുവാൻ സാധ്യമാകുന്ന ഒരു ജീവന്റെ പേരാണ് ഉമ്മ എന്ന് പറയുന്നത്. അതാണ് ഉമ്മ. ആ ഉമ്മ പെട്ടെന്ന് പോകാൻ നോക്കൂല, മോളെ ഇട്ടിട്ട് പോകാൻ പറ്റൂല. ഉമ്മ കുറച്ചു ദിവസം നിൽക്കും. 7 കഴിഞ്ഞു, 11 കഴിഞ്ഞു, 40 കഴിഞ്ഞു. ഉമ്മാക്കിന് പോകാതിരിക്കാൻ നിവർത്തിയില്ല. വീട്ടിൽ മോനും മരുമോളും ഒക്കെ ഉണ്ട്, പേരക്കുട്ടികളൊക്കെ ഉണ്ട്. എത്ര ദിവസം ഇങ്ങനെ നിൽക്കും ഇങ്ങനെ. അവസാനം ഉമ്മയും പോകും ഈ വീട്ടിൽ നിന്ന്. സഹോദരങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് വന്നു പോകും. നാത്തുമാരൊക്കെ ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കും. ആർക്കും സമയമില്ല. എന്നാലും ഭർത്താവിന്റെ സഹോദരി മരിച്ചതല്ലേ, അല്ലെങ്കിൽ മോൻ മരിച്ചതല്ലേ, മോള് മരിച്ചതല്ലേ, പെങ്ങള് മരിച്ചതല്ലേ, സമയമില്ലെങ്കിലും സമയം കണ്ടെത്തി ഒരു പേരിന് വിളിക്കും. അങ്ങനെ എല്ലാവരും ഈ വീട്ടിൽ നിന്ന് പോകുമ്പോഴും ഈ സങ്കടം മുഴുവനും പേറി വീട്ടിൽ കഴിയുന്ന ഈ പറക്കമുറ്റാത്ത മക്കളെ നെഞ്ചോട് ചേർത്ത് വെച്ച് കിടക്കുന്ന ഉറക്കമില്ലാത്ത രാവുകൾ മാത്രം സമ്മാനിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന ഈ പാവപ്പെട്ട ജീവിതത്തിന്റെ പേരാണ് വൈധവ്യം എന്ന് പറയുന്ന പേര്. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കൊക്കെ ഭർത്താക്കന്മാരുടെ ആയുസ് കൊണ്ട് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിധവകളാകാതെ അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ ഒന്നും അള്ളാഹു യത്തീമുകളാക്കാതെ കാക്കുമാറാവട്ടെ. നമ്മുടെ പേരമക്കളെയും ചെറുമക്കളെയും ഒന്നും അള്ളാഹു യത്തീമുകളാക്കാതെ കാക്കുമാറാവട്ടെ. അപ്പൊ വൈധവ്യം അങ്ങനെയാണ്. ഒരു വിധവ എന്ന് പറഞ്ഞാൽ അങ്ങനെ. വിധവകളുണ്ട് ഈ കൂട്ടത്തിൽ, വിഭാഗ്യരായ ആളുകളുണ്ട് ഈ കൂട്ടത്തിലെ. ഭാര്യമാര് മരിച്ചുപോയ ആളുകളുണ്ട്. ഞാനൊരിക്കലും കാസർഗോഡ് ഒരു പരിപാടിക്ക് പോയി കുറെ കാലം മുമ്പ്. അവിടുത്തെ ഒരു വൻ സമ്പന്നനായ ഒരാൾ, അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു എനിക്ക് ഭക്ഷണവും രാത്രി താമസവും എല്ലാം. പിറ്റേന്ന് രാവിലെ എനിക്ക് പോരേണ്ടത്. അങ്ങനെ അദ്ദേഹവുമായിട്ട് ഞാനിങ്ങനെ കുറെ സമയം രാത്രി സംസാരിച്ചു. അദ്ദേഹത്തിന് എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഞാനുമായി രാത്രി കുറെ സമയം സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചിട്ട് 10 വർഷത്തിലേറെയായി. 10 വർഷത്തിലേറെയായിട്ട് അദ്ദേഹത്തിന്റെ ഈ വിഭാഗ്യനായുള്ള ജീവിതത്തിന്റെ സങ്കടങ്ങളെ കുറിച്ച് അദ്ദേഹം പങ്കുവെക്കുകയാണ്. ഇങ്ങനെ കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം. ഞാൻ അവളെ കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങളില്ല, അവളെ കുറിച്ച് ഓർക്കാത്ത സമയമില്ല. അദ്ദേഹം പറയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ രാവിലത്തെ ഏറ്റവും വലിയ ഫ്രഷ്നെസ് എന്ന് പറയുന്നത് എല്ലാ ദുഃഖങ്ങളും മാറി, എല്ലാ സങ്കടങ്ങളും മാറി. ഒരു മനുഷ്യൻ രാവിലെ ഫ്രഷായി അവൻ ഗോതയിലേക്ക് ഇറങ്ങുന്നത് രാവിലെ അവൻ കുളിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്. കുളി കഴിഞ്ഞിരിക്കുന്ന പുറത്തേക്ക് ഇറങ്ങി ഡ്രസ്സ് മാറി കഴിയുമ്പോഴത്തേക്ക് അവനൊരു ഫ്രഷായി. അദ്ദേഹം പറയുകയാണ്, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ കുളിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ടല്ലാതെ എനിക്ക് ഡ്രസ്സ് മാറാനായിട്ടില്ല. കാരണം അവളുള്ളപ്പോ, ഞാൻ കുളിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, എന്റെ ഷഡ്ഡിയും ബനിയനും അവളെടുത്ത് തരുമായിരുന്നു എനിക്ക്. എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ അയാൾ ആദ്യം ധരിക്കേണ്ട വസ്ത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ അങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു. ആ ഓർമ്മ 10 വർഷത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ദുഃഖമുണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. വിഭാഗ്യനായി ഒരു മനുഷ്യൻ ജീവിക്കുക എന്ന് പറയുന്നതും വലിയ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഞാൻ ഓതലൊക്കെ കഴിഞ്ഞ് ബാക്കി അതിൽ നിന്നൊക്കെ വന്ന് എറണാകുളം സ്റ്റേഡിയം പള്ളിയിൽ ഖുതുബയും വടുതല അബ്റാറിൽ ദർസും ഒക്കെ തുടങ്ങി. അപ്പൊ ദർസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലെ ഒരു വലിയ സന്തോഷമാണ് ഉസ്താദന്മാരുടെ ഡ്രസ്സ് കഴുകുക എന്ന് പറയും. അതൊരു പണ്ട് മുതലേ ഉള്ളൊരു സന്തോഷമാണ്. അത് നമ്മൾ ഡ്രസ്സ്
ഡ്രസ്സ് മാറ്റാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകും. നിങ്ങൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഓതാൻ പോകണം. ഞങ്ങളുടെ ഇരിക്കുന്ന ഉസ്താമാർക്കൊക്കെ അത് അറിയാം. കാരണം ദർസുകളിലെ അറബി കോളേജുകളിലൊക്കെയുള്ള നമ്മുടെ കുട്ടികളും ഉസ്താദുമാരും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. നമ്മൾ ഡ്രസ്സ് മാറാൻ വിചാരിച്ചിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഡ്രസ്സ് എടുത്ത് മാറ്റിക്കളയും, അലക്കാൻ വേണ്ടി കൊണ്ടുപോകും. ഫ്രഷ് ഡ്രസ്സ് അവർ തേച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ എന്നോടൊപ്പം ബാക്കിയാത്രണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നാസറുദ്ദീൻ മൗലവി എന്ന് പറയുന്ന ഒരു സുഹൃത്ത്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു പരിപാടിക്ക് ഞാൻ പോയി. അപ്പൊ ഞാൻ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ റൂമില് ഡ്രസ്സ് കഴുകേണ്ട കുട്ടികളുടെ ലിസ്റ്റ് എഴുതിയിരിക്കുന്നു. ഇന്ന ദിവസം ഇന്നയാൾ, ഇന്ന ദിവസം ഇന്നയാൾ ലിസ്റ്റ്. ഇപ്പൊ ഞങ്ങൾ കൂട്ടുകാരാണല്ലോ, ശരീക്കന്മാരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനായി ബാക്കി എല്ലാ ലിസ്റ്റും ഞങ്ങൾ പലയിടത്തും ഇടലുണ്ട്. ക്യാൻറ്റീൻ കഴുകേണ്ട ലിസ്റ്റ് ഇടലുണ്ട്, ബാത്റൂം കഴുകേണ്ട ലിസ്റ്റ് ഇടലുണ്ട്, ഉസ്താദന്മാർക്ക് ഭക്ഷണം എടുത്ത് വിളമ്പേണ്ട ലിസ്റ്റ് ഇടലുണ്ട്. ഈ ലിസ്റ്റൊക്കെ ഇടലുണ്ട്. ഈ ഭക്ഷണം കഴുകാനുള്ള ലിസ്റ്റ്, വസ്ത്രം കഴുകാൻ എന്തിനാണ് ലിസ്റ്റ് ഇടുന്നതെന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ പറഞ്ഞു, അവർക്കിടയിലുള്ള വഴക്കൊഴിവാക്കാനാണ്. അപ്പൊ ഞാൻ അബ്രാറിൽ ചെന്നു. ദർസ് ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഡ്രസ്സ് അലക്കാൻ കുട്ടികൾ സാധാരണ പോലെ എല്ലാ ഉസ്താദന്മാരോടും ചെയ്യും പോലെ അവർ ഡ്രസ്സ് അലക്കാൻ എടുത്തു. അപ്പൊ 2-3 ആഴ്ച അങ്ങനെ പോയി. 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഡ്രസ്സ് ഞാൻ അലക്കിക്കോളാം, അത് കുട്ടികൾ കൊണ്ട് അലക്കിക്കണ്ട. കാരണം നിങ്ങൾ ഇവിടെ നിന്ന് ദർസിലേക്ക് പോയാൽ, ശനിയാഴ്ച ദർസിലേക്ക് പോയാൽ, പിന്നെ നിങ്ങൾ വ്യാഴാഴ്ച നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഈ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഈ 5 ദിവസം, ഈ 5 ദിവസം എനിക്ക് കടത്തിക്കൊണ്ടു പോകുവാൻ എന്നെ സഹായിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ഡ്രസ്സാണ്. ഒരു ദിവസം അതെടുത്ത് അലക്കാൻ വേണ്ടി കൊണ്ടുവച്ചു ഒരു ഭാഗത്ത്, പിറ്റേ ദിവസം അതെടുത്ത് അലക്കേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചു. 3ന്റെ സാധനം അലക്കിയെടുത്തു, 4ന്റെ മടക്കി വെച്ചു, 5ന്റെ തേച്ചൊക്കെ വെക്കുമ്പോ 6ന്റെ നമ്മളെത്തും അല്ലേ? എന്തേ ഹജ്ജുമ്മമാരി ഇതൊന്നും പരിചയമില്ലാത്തവരിക്കും അങ്ങനെയല്ലേ സംഭവം? അല്ല ഉറങ്ങയാണോ? നിങ്ങളൊക്കെ അവരെക്കാളും വലിയ സ്നേഹം ഭർത്താക്കന്മാരോടുള്ളവരെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു പ്രയാസവും ദുഃഖവും ഒന്നും ഇല്ലാതെ അള്ളാഹു അവരെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരൊക്കെ ഒരു സന്തോഷത്തിന്റെ ഒരു കാലത്തേക്ക് വരുമ്പോ എന്തെങ്കിലും നിലയിലുള്ള ഗുരുതരമായ രോഗങ്ങളൊന്നും വരാതെ നമ്മുടെ ഭാര്യമാരൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവരൊക്കെ നമ്മുടെ മക്കളെ പ്രസവിച്ചവരാണവർ, നമ്മുടെ മക്കൾക്ക് പാല് കൊടുത്തവരാണവർ. ആ അവയവങ്ങൾക്കൊന്നും ഒരു കേടും വരാതെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശരി, എന്തോ ആവട്ടെ. അപ്പം ഭർത്താക്കന്മാരില്ലാത്ത ഭാര്യമാരുണ്ട്, ഭാര്യമാരില്ലാത്ത ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും, മരിച്ചുപോയവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, മർഹമത്ത് നൽകുമാറാവട്ടെ. ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. കരീമായ അള്ളാഹു നമ്മെ വിളിച്ചു വരുത്തി അതിന്റെ സൽക്കാരം അവന്റെ വീട്ടിന്റെ അരികിലേക്ക് എത്തിയപ്പോഴല്ല അവൻ തുടങ്ങിയത്. നേരെ മറിച്ച് നാം പുറപ്പെട്ട നിമിഷം മുതൽ മാന്യനായ അള്ളാഹു അവന്റെ വീട്ടിലേക്ക് അവന്റെ അതിഥി വരുന്ന ആ നിമിഷം മുതൽ, പുറപ്പെട്ട നിമിഷം മുതൽ അവൻ സൽക്കാരം തുടങ്ങി. ഇപ്പോഴൊക്കെയും നാം ആ സൽക്കാരത്തിൽ പങ്കു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ കഅബ ശരീഫിലേക്ക് ഒരു വിശ്വാസി നോക്കുന്ന ആദ്യത്തെ നോട്ടത്തിൽ അവന്റെ സകല പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ അഹ്മദ് ഹാജിയുടെ വീട്ടിലെത്തിയാൽ അദ്ദേഹത്തിന്റെ വീട്ടിനകത്ത് കയറിയിട്ടേ സൽക്കാരമുള്ളൂ. ഞാൻ ബഷീർ ഹാജിയുടെ വീട്ടിലേക്ക് എത്തിയാൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിനകത്ത് കയറിയിട്ടേ സൽക്കാരമുള്ളൂ. പക്ഷേ അള്ളാഹു കരീമാൻ, അവൻ മാന്യനാൻ. അവന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വന്നവരാണിവർ. അവർ എന്റെ വീട് കാണുമ്പോൾ തന്നെ സൽക്കാരം ആരംഭിക്കുകയാണ്. മൻ നദറ ഇലാ കഅബത്തില്ലാഹി ഈമാനൻ വഹ്തിസാബൻ ഗഫറല്ലാഹു ലഹു ജമീഅ ദുനൂബിഹി ഫീ അവ്വലി നദറതിഹി ഔ കമാ ഖാല സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ആരെങ്കിലും ഒരാൾ ഈമാനോടെ, ഇഹ്തിസാബോടെ വിശുദ്ധ കഅബാലയത്തിലേക്ക് വന്ന് അവന് കഅബാലയത്തിലേക്ക് ആദ്യത്തെ നോട്ടം നോക്കുമ്പോൾ തന്നെ അവന്റെ സകല പാപങ്ങളും അല്ലാഹു മാപ്പ് ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. വെറുതെ അല്ല നമ്മൾ 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ യൗമ വലദത്തുഹു ഉമ്മുഹു എന്ന് പറഞ്ഞ ആ ഒരു ഉമ്മ പ്രസവിച്ച നാളിലെ കുഞ്ഞിനെ പോലെ ആവൂന്ന് പറയുന്നത് വെറുതെ അല്ല. ഈ ഒരു ഹാലിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആ പറഞ്ഞൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും.
അള്ളാഹു അതിനുള്ള വലിയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു തീഷ്ണമായ അനുഗ്രഹ ബോധത്തിൽ നമ്മൾ നിൽക്കണം. ഈ അനുഗ്രഹ ബോധത്തിന്റെ രണ്ടാമത് മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ അടുത്ത ദിവസം പറയും. മൂന്ന് ഭാഗത്തായിട്ടാണ് ക്ലാസ് നടക്കുക. 150ഓളം തെക്ക് ഭാഗത്ത് നിന്ന് വന്ന ആളുകൾക്ക് രാവിലെ 8:30 മണി മുതൽ 9:30 മണി വരെ പ്രയർ ഹാളിൽ ക്ലാസ് നടക്കും. പിന്നെ 9:30 മണി മുതൽ 10:30 വരെയാണ് ഇപ്പൊ ഇവിടെ ഈ ക്ലാസ്. ഇതിപ്പോ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ആണെങ്കിൽ നാളെ വേറെ ഒരു ക്ലാസ്. അപ്പൊ അള്ളാഹു അനുഗ്രഹിച്ച് ഇൻഷാ അല്ലാഹ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട ഒരു തീഷ്ണമായ അനുഗ്രഹ ബോധത്തിന്റെ രണ്ടാം ഭാഗമുണ്ട്. മറ്റൊരു ആംഗിൾ ഉണ്ട്. ഇപ്പൊ നമുക്കിവിടെ വരാൻ സാധിച്ചൊരു നിയമത്തുണ്ട്. ആ നിയമത്തൊരു പ്രധാനപ്പെട്ട ഭാഗം. അതോടൊപ്പം നമ്മൾ മറക്കാൻ പാടില്ലാത്ത വേറൊരു ഭാഗം കൂടിയുണ്ട്. അതുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് ഹജ്ജിന് വന്നിട്ട് ഹജ്ജിന്റെ കാല് വേണോ, ഹജ്ജിന്റെ ഹാല് വേണോ? എന്ത് വേണം? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഈ ഹറമിലെ താമസത്തിന്റെ ഹാല് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് വന്നാൽ പിന്നെ നിങ്ങൾക്ക് പരിഭവങ്ങളില്ല, നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ല, പ്രയാസങ്ങളില്ല. ലിഫ്റ്റ് പ്രശ്നമല്ല, ഭക്ഷണം പ്രശ്നമല്ല, വെയിൽ പ്രശ്നമല്ല, ചൂട് പ്രശ്നമല്ല, റൂമിന്റെ ഇടുക്കം പ്രശ്നമല്ല, ബെഡ് പ്രശ്നമല്ല, കൂടെ ഉള്ളവരുടെ പ്രശ്നമല്ല, ഒന്നും വിഷയമല്ല. ഇത് കമ്പനിക്ക് വേണ്ടി പറയുന്നതല്ല കേട്ടോ. കമ്പനി അവർ ചെയ്യാതെ ഏറ്റവും നന്നായിട്ട് അവർ നിർവഹിക്കും. ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ ചെയ്യുന്നുണ്ടോ? അവർ ചെയ്യും, ഉറപ്പാണ്. ഞാനീ പറയുന്നത് എന്തിനാ? നമ്മുടെ അമലുകൾക്ക് ഒരു കുറവും വരാതെ നമ്മൾ ഇവിടെ നിന്ന് സലാമത്തായി ഒന്ന് പോകണം. ഒരു കുരുത്തക്കേട് കിട്ടിയവരായി പോകരുത്, അപമര്യാദരായി പോകരുത്. മക്കയുടെ ഒരു പേരുണ്ട്, ബക്ക എന്നാ മക്കയുടെ പേര്. മറ്റൊരു പേര് ഖുർആൻ പറഞ്ഞത് ബക്ക എന്നാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത എന്നാണ്. മക്കയ്ക്ക് ഖുർആൻ പറഞ്ഞ പേര് ബക്ക എന്നാണ്. ബക്ക എന്ന് പറഞ്ഞാൽ ഇടിച്ച് പൊടിച്ച് നുറുക്കി കളയുന്ന, പൊട്ടിച്ചു കളയും നമ്മളെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. തകർത്ത് നമ്മളെ പിഴിഞ്ഞ് തകർത്തുകളയും. അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് നല്ല അദബോടെ അള്ളാഹു നമുക്ക് ചെയ്ത നിയമത്തിലുള്ള കുറിച്ച് നല്ല ഓർമ്മയോടെ മക്കത്തിൽ മുക്കറമയിൽ ജീവിക്കുക, പരമാവധി അമലുകൾ ചെയ്യുക, ഖുർആൻ ശരീഫ് ഒരുപാട് ഓതുക, ദിക്റുകൾ സ്വലാത്തുകളൊക്കെ നിർവഹിക്കുക, ഉസ്താദുമാരൊക്കെ അമീറന്മാര് പ്രവർത്തകരൊക്കെ പറയുന്ന നിർദ്ദേശങ്ങൾ നന്നായി പാലിക്കുക. പ്രത്യേകിച്ച് ഹജ്ജമാരൊക്കെ നല്ല മുറുവത്ത് പാലിക്കുക, ഹുറുമത്ത് പാലിക്കുക. നല്ല ഒതുക്കത്തിലും അടക്കത്തിലും നിങ്ങൾ എല്ലാ ഭാഗത്തും നിൽക്കുകയും പോവുകയും ഒക്കെ ചെയ്യുക. കാരണം നിങ്ങളൊക്കെ നല്ല അന്തസ്സുള്ള വീട്ടുകാരാണ്, നല്ല വീട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങളാണ്. നിങ്ങൾ വീടുകളിലൊക്കെ എത്ര അടക്കത്തിലും ഒതുക്കത്തിലും ഒക്കെ നിങ്ങൾ ജീവിച്ചിരുന്നോ അതേ അടക്കത്തിലും ഒതുക്കത്തിലും തന്നെ നിങ്ങൾ ഇവിടെയും ജീവിക്കണം. ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴാണെങ്കിലും ലിഫ്റ്റിലേക്ക് വരുമ്പോഴാണെങ്കിലും ഒക്കെ നിങ്ങൾ അതിന്റെ ഒരു ഹുറുമത്തിലും ഒരു അദബിലും നിങ്ങൾ ജീവിക്കുക. ഹാജിമാരും അങ്ങനെ തന്നെ. നമ്മളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നല്ല അന്തസ്സോടെ ജീവിക്കുന്ന ആളുകളാണ്, നല്ല കുടുംബക്കാരാണ്, നല്ല അന്തസ്സുള്ളവരാണ്. അപ്പൊ ആ ഒരു അന്തസ്സിന്റെ ഒക്കെ അതൊക്കെ കാത്തു സൂക്ഷിച്ച് പാലിച്ച് 100 പ്രകാശത്തിന്റെ മേൽ പ്രകാശമായി നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, കൃപയുള്ള പടച്ചവനെ, ഞങ്ങളെ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിന്റെ വിശാലമായ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നാളെ നിന്റെ വിശുദ്ധ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ എല്ലാ ഖൈറിന്റെ കവാടങ്ങളും തുറക്കണേ അല്ലാഹ്. സന്തോഷത്തിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാഹ്. വിപത്തുകളുടെയും പരീക്ഷണങ്ങളുടെയും അപകടങ്ങളുടെയും സങ്കടങ്ങളുടെയും മുഴുവൻ കവാടങ്ങളും ഞങ്ങളെ തൊട്ട് നീ അടച്ചു കളയണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെയൊക്കെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മുത്തഖീങ്ങളാക്കണേ അല്ലാഹ്. നിന്നെ ഭയമുള്ളവരാക്കണേ അല്ലാഹ്. ഞങ്ങളുടെയും അവരുടെയും ഹൃദയങ്ങളെ നീ ഈമാൻ കൊണ്ട് നിറയ്ക്കണേ അല്ലാഹ്. ഈമാൻ കൊണ്ട് നിറയ്ക്കണേ അല്ലാഹ്. ഈമാൻ കൊണ്ട് നിറയ്ക്കണേ അല്ലാഹ്. കുഫറിന് യാതൊരു സ്ഥാനവും കൊടുക്കല്ലേ അല്ലാഹ്. നിഫാഖിന് യാതൊരു സ്ഥാനവും കൊടുക്കല്ലേ അല്ലാഹ്. ബിദ്അത്തിന് യാതൊരു സ്ഥാനവും കൊടുക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ നിലയിലുള്ള അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കളെ കാക്കണേ അല്ലാഹ്.
പേരമക്കളെ കാക്കണേ അല്ലാ, കൊച്ചുമക്കളെ കാക്കണേ അല്ലാ, മരുമക്കളെ കാക്കണേ അല്ലാ. എല്ലാ നിലയിലുള്ള അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും അവരെയും നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആർക്കും നീ ഗുരുതരമായ ഒരു രോഗവും കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ പരീക്ഷിക്കല്ലേ അല്ലാ. അവരൊക്കെ സങ്കടപ്പെട്ട് കിടക്കുന്ന കാഴ്ച കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. രോഗബാധിതരായി കഴിയുന്ന കാഴ്ച കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, മനസ്സിന് സന്തോഷം കൊടുക്കണേ അല്ലാ, ശരീരത്തിന് സുഖം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക് നീ ദീർഘായുസും ആഫിയത്തും കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വിവാഹിതരായ പെൺമക്കൾക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഭർതൃഗ്രഹത്തിൽ നീ അവർക്ക് അന്തസ് കൊടുക്കണേ അല്ലാ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, സ്നേഹം കൊടുക്കണേ അല്ലാ. ആർക്കും വേണ്ടാത്തവരായി അവഗണിക്കപ്പെട്ടവരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ എല്ലാ നിലയിലുള്ള ഹൈറും സന്തോഷവും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ കത്തളങ്ങളിൽ ആരോട് പറഞ്ഞാലും പരിഹരിക്കാൻ കഴിയാത്ത, നിനക്കല്ലാതെ പരിഹരിക്കാനാവാത്ത ഒരായിരം പ്രശ്നങ്ങളുണ്ട് തമ്പുരാനെ. മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഭർത്താവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഭാര്യമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സാമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലാഹുവേ, ഞങ്ങളുടെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാം നീ പരിഹരിച്ചു തരണേ അല്ലാ. എല്ലാം നീ പരിഹരിക്കണേ അല്ലാ. എല്ലാം നീ പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല ജീവിതം തരണേ അല്ലാ. നല്ല ജീവിതം തരണേ അല്ലാ. നല്ല ജീവിതം തരണേ അല്ലാ. നല്ല മരണം തരണേ അല്ലാ. നല്ല മരണം തരണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, എവിടെയെങ്കിലും മരിച്ചു വീണ ജനാസ ആരുടേതാണെന്ന് പോലും അറിയാനാവാതെ മരിച്ചു കിടക്കേണ്ട അവസ്ഥ വരാതെ കാത്തു സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഖ്ബൂലായ ഹജ്ജിന്റെ ഭാഗ്യം തരണേ അല്ലാ. മബ്റൂറായ ഹജ്ജിന്റെ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ലബ്ബൈക 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 പറഞ്ഞു വന്നവരാണ് തമ്പുരാനെ. ആ വിളിക്കുത്തരം നൽകുന്ന പൂർണ്ണമായ നിമിഷങ്ങളിലേക്ക് ഞങ്ങളെ നീ കൊണ്ടെത്തിക്കണേ തമ്പുരാനെ, കൊണ്ടെത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരു ആപത്തും വരുത്തല്ലേ അല്ലാ, അപകടങ്ങൾ വരുത്തല്ലേ അല്ലാ, കൂട്ടം തെറ്റിച്ച് കളയല്ലേ അല്ലാ, ഒറ്റയ്ക്കാക്കി കളയല്ലേ അല്ലാ. എവിടെയും തലകറങ്ങി വീണു പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ, എവിടെയും കാല് തന്നെ വീണു പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കർമ്മങ്ങൾക്ക് വിഘാതമാകുന്ന ഒരു ആപത്തും ഒരു അപകടവും വരാതെ ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ. എല്ലാ നിലയിലുമുള്ള ഖൈറിന്റെ കാവലിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്ന് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കാമിലായ ഈമാൻ നസീബാക്കണേ അല്ലാ. അമലിന്റെ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ നാട്ടിൽ നിന്ന് പോന്നപ്പോ ഞങ്ങൾക്ക് യാത്രയാക്കിയ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾക്ക് ഏറെ വേണ്ടപ്പെട്ടവരുണ്ട്, ബന്ധുക്കളുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോ അവരാരെ കുറിച്ചും ഒരു ദുഃഖകരമായ ഒരു വാർത്തയും കേൾക്കേണ്ട അവസ്ഥ വരാതെ ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കുറിച്ച് ഒരു ദുഃഖകരമായ വാർത്തയും അവർക്ക് കേൾക്കേണ്ട അവസ്ഥ വരാതെ ഞങ്ങളെയും അവരെയും നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على